മക്കളെ SSLCയിൽ ഫുൾ A+ കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാ മക്കളും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നേടിയെടുക്കാനുള്ള ഒരു റോഡ് മാപ്പ്, അതായത് ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും, ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നേരെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഫുൾ A+ലെ ഏറ്റവും ഫസ്റ്റ് ഘടകം എന്ത് തന്നെയാണ്? വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ക്ലാസ് കാണുന്നു, ഏത് ക്ലാസ് കാണുന്നു, അതെങ്ങനെ നിങ്ങൾ പഠിക്കുന്നു തന്നെയാണ്. അതിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ക്ലാസ് കാണുകയാണെങ്കിലും, അതേ സ്കൂളിലെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട് അതിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, ഇനി എക്സാമിനറിലെ നമ്മുടെ SLC ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് ആയിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടതിനാണ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ തന്നെയാണ്. ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മാത്സിൽ വരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് ഒരു തിയറി പറഞ്ഞു തരില്ല, ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം നിങ്ങൾ എത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അതിന് മാക്സിമം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ടീച്ചർ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു സഹായം തേടേണ്ടി വരും. ഇപ്പം ട്യൂഷന് പോകണോ, ബാച്ചിൽ ജോയിൻ ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടെത്താവുന്നുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ പറയുമ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സഹായം കണ്ടെത്തേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം എക്സാമിനറിന് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ചോദ്യത്തിനും അത് തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, ഞാനായിരിക്കും ഫിസിക്സ് കൂടുതൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് SLC, അത് ദിൽഷാമസിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, മാത്സിൻ്റെ അലൻ സാറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, അലൻ സാറും ഞാനൊക്കെ കോൺസെപ്റ്റ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ് ആകുമ്പോൾ മനസ്സിലാവും. ടിക്ക്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞു 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട, മനസ്സിലായി. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്ലാസ്സിലെ ചോദ്യങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലാണെങ്കിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും അതില്ലെങ്കിൽ, ക്ലാസ്സിൽ കുറേ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ, ഒരു മിനിമം നമ്പർ ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഒരു പ്രശ്നമാണ്. വെറുതെ കോൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. SSLCക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതായിരിക്കും. ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുന്ന പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ചോദ്യങ്ങൾ, ലേറ്റസ്റ്റ് അസസ് എന്ന് പറയുന്ന സെക്ഷൻ, അതെന്തായാലും ചെയ്തിരിക്കണം. അതിനിടയിലുള്ള ടെക്സ്റ്റ് ബുക്കിന് ഇടയിലുള്ള ചോദ്യങ്ങളുണ്ട്, അതും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി നമ്മുടെ ലക്ഷ്യ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിലെ ഒരു 90% ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടിയായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് മതിയോ. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. കുറേ ബ്ലാങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് കാര്യം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ. കാരണം ഒരു 85 to 90% ചോദ്യങ്ങളും നിങ്ങളുടെ ഈ വർഷം വരാൻ പോകുന്നത്, അത് ഈ വർഷത്തെ പരീക്ഷയിൽ വരാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ആദ്യം തന്നെ ചാടിക്കയറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേക്കും, ഓണപ്പരീക്ഷയുടെ 3 ചാപ്റ്ററിൽ ഉണ്ടാവുക, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്താൽ മതി. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റൻസ് എങ്ങനെ ചെയ്യണം, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ വീഡിയോ സൊല്യൂഷൻ അടക്കമുണ്ട്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കുക. മിക്ക സമയത്തും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് PDF കിട്ടാറുള്ളൂ. ആൻസേഴ്സും കൂടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡോ അല്ലെങ്കിൽ ബുക്സോ എല്ലാം വാങ്ങാം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് കൂടുതലും പരീക്ഷകളുടെ സമയത്തേക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പോകേണ്ട ആവശ്യം നിർബന്ധമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലേ ഉള്ളൂ. നെക്സ്റ്റ് കാര്യം നോട്ട് മേക്കിംഗ് ആണ്. എങ്ങനെയാണ് ഒരു SSLC ഫുൾ A+ കിട്ടുന്ന ടോപ്പർ നോട്ട് ഉണ്ടാക്കേണ്ടത്? അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആൻസർ ഒന്നുമില്ല. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. അതൊക്കെ ഓരോ ആൾക്കാർ ഡിപ്പെൻസ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് നോട്ട്സ് എവിടെയും ഉണ്ടാവണം. എവിടെയും നോട്ട്സ് ഉണ്ടാവണം. അപ്പോൾ നോട്ട് മേക്കിംഗ് ടൈം വേസ്റ്റ് ആണോ? ഒരിക്കലും അല്ല. നോട്ട്സ് ഒരു സെറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു സെറ്റ് മതി. അപ്പോൾ അത് മൾട്ടിപ്പിൾ രീതിയിലാവാം. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, അതിലെല്ലാം ടോപ്പിക്സും കവർ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് ടീച്ചർ എടുക്കുന്നത് തോന്നുകയാണെങ്കിൽ, എല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് ആ സ്കൂളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് തന്നെ മതി. ഇനി അത് അവിടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവരാണ്. നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ഓരോ ചാപ്റ്ററിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈഡ്സ്, എഴുതിയ നോട്ട്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ടീച്ചർ തന്നെ എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും PDF രൂപത്തിൽ. അത് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി നിങ്ങൾക്ക് വൃത്തിയുള്ള നോട്ട് ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയാൽ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ കവേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു നോട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, സ്കൂളിലെ നോട്ടിൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ല. ചോദ്യങ്ങളടക്കം അതിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി നോട്ട് ഉണ്ടാക്കാൻ മടിയാണ്, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ PDF തന്നെ എനിക്ക് മതി. ഒന്നെങ്കിൽ ആ PDF ൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് എനിക്ക് മതിയെങ്കിൽ
നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോട്ട് എഴുതി ചില കുട്ടികൾക്ക് ഉണ്ടാവും സ്വന്തമായിട്ട് എഴുതിയാലേ അത് ശരിയാവുള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ PDF പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിച്ചാൽ മതി. പല SSLCയിലെ ഫുൾ A+ കിട്ടിയ കുട്ടികളും പല +1ലും +2ലും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു പ്രശ്നകരമായിട്ടുള്ള കാര്യമല്ല. അപ്പം ഇങ്ങനത്തെ അഡ്വൈസൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, നമ്മൾ എഴുതി ചെയ്താലേ, നോട്ടൊക്കെ എഴുതി നമ്മൾ തന്നെ എഴുതിയാലേ ശരിയാവുള്ളൂ. മക്കൾ അങ്ങനെയല്ല സംഭവം. നോട്ട് ആരെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ തന്നെ എഴുതി പഠിച്ചാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ലാണ്ട് ഫസ്റ്റ് ടൈം തന്നെ നോട്ട് എഴുതിയത് കൊണ്ടൊന്നും നിങ്ങൾ എക്സ്ട്രാ ഒന്നും പഠിക്കാനൊന്നും പോകുന്നില്ല. പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നോട്ട് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അത് നിങ്ങൾ എഴുതി ശീലിക്കണം. അപ്പോൾ അവിടെയാണ് എഴുത്ത് ഇമ്പോർട്ടൻറ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത്. അല്ലാണ്ട് നോട്ട് ആദ്യമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കൈപ്പടയിൽ എഴുതിയുകൊണ്ട് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ സ്ഥലം ഇടണം. കാരണം പിന്നീട് നിങ്ങൾക്ക് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഓണപരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ല ഈ ഒരു ചോദ്യം കൂടി ഇവിടെ ഇടാം. അപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു അര പേജോ അല്ലെങ്കിൽ ഒരു പേജോ നിങ്ങൾ വിടുക. കാരണം പിന്നീടൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, ആ സ്ഥലം ഫില്ല് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു നോട്ട്ബുക്ക് വാങ്ങി വെറുതെ കുളമാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ക്ലാസ്സിലായിക്കോട്ടെ, ലക്ഷ്യാഭ്യാസന ക്ലാസ്സിലായിക്കോട്ടെ, ഒരു ചോദ്യം ഞാൻ ചെയ്യാണ്, ആ ചോദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ല. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, സെപ്പറേറ്റ്ലി നോട്ട് ചെയ്ത് വെക്കണം. വേണമെങ്കിൽ വേറെ തന്നെ ഒരു ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് മേക്കിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് കാര്യം, എത്ര നിങ്ങൾ പഠിക്കണം. മക്കളെ, ഡെയിലി മിനിമം 1 മണിക്കൂറെങ്കിലും പഠിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്താനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വൈക്കും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊക്കെ ഡെയിലി 1 മണിക്കൂർ പോലും പഠിക്കാതെ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം 1 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിലാണ്, മെല്ലെ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറിലേക്ക് ആക്കിക്കൊണ്ടിരണം. അതിൻ്റെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു SSLCയിൽ ഫുൾ A+ കിട്ടുന്ന വിദ്യാർത്ഥിക്ക് അതിൻ്റെ മുകളിൽ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓവറായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഓവർ ആദ്യം തന്നെ ഭയങ്കര 5 മണിക്കൂർ ഞാൻ രാവിലെ 4 മണിക്ക് നിൽക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സർക്കസ് കളിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് സസ്റ്റൈനബിളി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എത്ര അവേഴ്സ് പഠിക്കുന്നതല്ല, എത്ര നാളാണ് നിങ്ങൾക്ക് അത് കൺസിസ്റ്റൻ്റ്ലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ, അത് മതി. നിങ്ങൾ 5 മണിക്കൂർ ഒരു ദിവസം പഠിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. 5 മണിക്കൂർ നിങ്ങൾക്ക് അവസാനം വരെ ചെയ്യാൻ പറ്റുമോ? വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആ ഒരു കാറ്റഗറി പെടുന്നതാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ സമയം കുറയ്ക്കുക, റീസണബിളായിട്ട് പിടിക്കുക. പിന്നെ ഇതിനിടയിൽ ജീവിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ മറന്നു പോയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയുന്നില്ല. പഠനം മാത്രമല്ല, ലൈഫും അതിൻ്റെ ഇടയിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതും മറന്നു പോകരുത്. ഫുൾ A+ എന്ന് പറഞ്ഞ ഒരു എയിമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ലിമിറ്റഡ് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അത് അനാവേസ്റ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടൊരു എഫേർട്ട് ഉണ്ട്. അതൊരു 1 to 2 hours പെർ ഡേ ആണ് അതിൻ്റെ എഫേർട്ട്. അത് ഈ പറഞ്ഞ രീതി ചെയ്താൽ അത് ധാരാളമാണ്. ലാസ്റ്റ് കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, റെഡ് ഹാർട്ടൊക്കെ വെച്ചിട്ട് ഞാൻ നിറച്ചിട്ടുണ്ട്, റിവിഷനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ റിവിഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്ലാസ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും തീർത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ആ ചാപ്റ്ററൊക്കെ നിങ്ങൾ മറന്നുകൊണ്ടേയിരിക്കും. എന്ത് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ഓർക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്ത് ഓണപരീക്ഷ ആകുമ്പോഴത്തേക്കും ആ 3 ചാപ്റ്റേഴ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. പഠിച്ചാൽ പോരാ, മനസ്സിലാക്കിയാൽ പോരാ, ഓർമ്മയും ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും മറക്കുന്ന അതാണ്. ചാപ്റ്റർ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അലക്സ് സാർ പഠിപ്പിച്ച് ചാപ്റ്റർ മനസ്സിലായി, ചോദ്യങ്ങൾ ചെയ്തു, ഓക്കെ ശരി, എല്ലാം ഓക്കെ. പക്ഷെ അത് പരീക്ഷ ആകുമ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി കാര്യമൊന്നുമില്ല, ജീവിതത്തിലും കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? കോൺസെപ്റ്റും ഓർമ്മയില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിവിഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും അത് ഇന്നഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് പല സമയത്തും പബ്ലിക് എക്സാം ആകുമ്പോൾ A+ കിട്ടേണ്ട കുട്ടി പോലും A+ കിട്ടാത്ത അവസ്ഥയിൽ വരാറുണ്ട്. അത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് 4 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒബ്വിയസ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തിനാണ്? ഇത് തന്നെയാണ്. ഈ 4 കാര്യങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾ ഊറ്റിയെടുക്കുക. സ്കൂളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് മതി. അല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് പറ്റില്ല, സ്കൂളിലെ മാത്രം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിലെ ടീച്ചേഴ്സൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ എന്നെ ഇഷ്ടമാണ്, ബാക്കിയുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവർ പറയുന്നത് മനസ്സിലാവുന്ന തോന്നുകയാണെങ്കിൽ ബാച്ചിൻ്റെ ഫീസ് അറിയാലോ, 6,000 rupees ആണ്, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് റീസണബിളായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് റീസണബിളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല.
ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ റെഗുലർലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ മറ്റൊരു വീഡിയോ പോലും നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല A+ കിട്ടുന്നതിനെ വെച്ചിട്ട്. ഇത് മാത്രം മതി. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഫുൾ A+ 10ാം ക്ലാസ്സിൽ കിട്ടും, നമ്മൾ നേടിയെടുക്കും. അത് വിഷും കൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മക്കളെ. നമുക്ക് എന്താണ് വീണ്ടും കാണാം. ബൈ ബൈ.